നമസ്കാരം. കേരളീയം എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം. സായിയെ ഹൗസിൽ കണ്ടതോടെ പ്രേക്ഷകരുടെ പ്രതീക്ഷയും വാനോളം ഉയർന്നു. അതേസമയം തന്റെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ഗബ്രിയാണെന്ന മോഹൻലാലിനോട് സായി പറഞ്ഞതിനോട് ഒരു വിഭാഗം പ്രേക്ഷകർക്ക് എതിർപ്പുമുണ്ട്. അതിന്റെ പേരിൽ നിരവധി ട്രോളുകളും സായിക്കെതിരെ വരുന്നുണ്ട്. ഇപ്പോഴിതാ അതിനൊക്കെ കുറിച്ച് സംസാരിക്കുകയാണ് താരത്തിന്റെ ഭാര്യ സ്നേഹയും സുഹൃത്തും. സായിയുടെ ഏറ്റവും വലിയ ഡ്രീം ബിഗ് ബോസ് ഹൗസ് തന്നെയായിരുന്നു. ബിഗ് ബോസ് ആയിരുന്നു അൾട്ടിമേറ്റ്, അതും ലാലേട്ടന്റെ മുന്നിൽ. ഇനി ഒരു അഭിനയ തമ്പുരാന്റെ മുന്നിൽ ഒരു ആറാം തമ്പുരാൻ. സായിയെ ഏറ്റവും അവസാനമാണ് ലാലേട്ടൻ വിളിച്ചത്, ആറാം തമ്പുരാനായിട്ട്. 100-ാം ദിവസം കാണാമെന്ന ലാലേട്ടൻ സായിയോട് സ്പെഷ്യലായി പറയുകയും ചെയ്തു. കപ്പും കൊണ്ടേ സായി പോരൂ, കാറിനുള്ളിൽ ഇരുന്ന് സംസാരിക്കാൻ മാത്രമേ സായിക്ക് പറ്റുകയുള്ളൂ എന്ന് ചോദിച്ചിരുന്നു നിരവധി പേർ. ഇനി ഹൗസിനുള്ളിൽ സംസാരിക്കുന്ന സായിയെ കാണാം. എല്ലാവരുടെയും സപ്പോർട്ട് സായിക്ക് വേണം. ഒരുപാട് എക്സ്പെക്ടേഷൻ സായിക്ക് മുകളിൽ ആളുകൾ വെച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അത് സായി ഫുൾഫിൽ ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് പോലെ സായി കളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ സായി ചിലപ്പോൾ ഗെയിം വരുമ്പോൾ മാറ്റിവെച്ച് കളിച്ചേക്കും. അത് നിങ്ങൾ മനസ്സിലാക്കണം. സായിക്ക് സ്വന്തമായി ഒരു ഇൻഡിവിജ്വാലിറ്റി ഒക്കെ ഉണ്ടാകും. സായിയുടെ ടാർഗറ്റ് 1-2 ആളുകളല്ല, എല്ലാവരും ടാർഗറ്റാണ്. മലപ്പുറത്തേക്ക് ഈ സീസണിന്റെ കപ്പ് കൊണ്ടുവരണം. അത് വെക്കാൻ കാറിൽ ഒരു സ്പേസ് വരെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഭാര്യ സ്നേഹയും സുഹൃത്തും പറയുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, കേരളീയം.